എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 39 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. 39 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് യെരുശലേമിന്റെ നാശവും തന്റെ രണ്ടാം വരവും സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നൽകി. വരാനിരിക്കുന്ന കഷ്ടതയുടെയും വ്യാജ പ്രവാചകന്മാരുടെയും മുന്നറിയിപ്പുകൾ ഉന്നയിച്ചും അത്തിവൃക്ഷത്തിന്റെ ഉപമയിലൂടെ തന്റെ വരവിന്റെ അടയാളങ്ങൾ വ്യക്തമാക്കിയും നോഗയുടെ കാലത്തെ പോലെ അപ്രതീക്ഷിതമായിരിക്കും മനുഷ്യപുത്രന്റെ വരവ് എന്ന് അവിശ്വാസികൾക്ക് അതൊരു ശിക്ഷയായിരിക്കുമെന്നും പ്രസ്താവിക്കുന്നു. 40-41 വാക്യങ്ങളിൽ അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും എന്ന് കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായം 26 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങൾ ചേർത്ത് പഠിച്ചാൽ സോദോം ഗോമോറ പട്ടണങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഗ്രാമീണ ജീവിതത്തിലും തൊഴിലിലുമുള്ള വ്യക്തികളെ ഉദാഹരണമായി എടുത്തുകൊണ്ട് ഇസ്രയേലിനുമേലും യെരുശലേമിനുമേലും റോമൻ സൈന്യം മുഖാന്തരം വരാനിരിക്കുന്ന ദൈവക്രോധത്തിന്റെ സമയത്ത് സൈന്യത്തിലൂടെ ആപത്ത് പെട്ടെന്ന് വരുമെന്നും അവർക്ക് രക്ഷപ്പെടാനാവാതെ കൊല്ലപ്പെടുകയോ ബന്ദികളാക്കപ്പെടുകയോ ചെയ്യുമെന്നും സൂചിപ്പിക്കുന്നു. കൈക്കൊള്ളുക എന്നതുകൊണ്ട് ലോത്ത് സോദോമിൽ നിന്ന് ദൂതന്മാരാൽ എടുക്കപ്പെട്ടു രക്ഷിക്കപ്പെടുന്നത് പോലെ ഒരു ശേഷിപ്പ് രക്ഷിക്കപ്പെടുമെന്നും അല്ലാത്തവർ മഹാദുരന്തം നേരിടേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു. കർത്താവിന്റെ ലോകാവസാനത്തിലുള്ള വരവും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു കർത്താവിന്റെ പെട്ടെന്നുള്ള വരവിലും ഒരുങ്ങാത്ത മനുഷ്യർ അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമെന്നും പെട്ടെന്ന് മഹത്വത്തിന്റെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ആ നിമിഷം എല്ലാ ജോലികളും മാറ്റിവെക്കപ്പെടുകയും എല്ലാ മനുഷ്യരും ലോകത്തിനുമുള്ള ന്യായവിധി ദിവസം യേശുവിനെ സകലത്തിനും അധിപതിയും ന്യായാധിപനും ദൈവവുമായി അംഗീകരിക്കുമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മത്തായി 24 അധ്യായം 3 വാക്യത്തിൽ ശിഷ്യന്മാർ അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും ഒലിവുമലയിൽ ഇരിക്കെ യേശു കർത്താവിനോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് യേശു വിപരീത ക്രമത്തിൽ ഉത്തരം നൽകി എന്ന് വ്യക്തമാണ്. അവരുടെ ചോദ്യങ്ങളും അവന്റെ ഉത്തരങ്ങളും എന്തായിരുന്നു എന്ന് ശ്രദ്ധിക്കാം. ശിഷ്യന്മാരുടെ ഒന്നാമത്തെ ചോദ്യം ഇതെല്ലാം എപ്പോൾ സംഭവിക്കും എന്നായിരുന്നു. അതിന് യേശു നൽകിയ ഉത്തരം താൻ വിവരിച്ച കാര്യങ്ങൾ ഈ തലമുറയ്ക്കുള്ളിൽ തന്നെ സംഭവിക്കും, എന്നാൽ തന്റെ തിരിച്ചുവരവിന്റെ ദിവസമോ മണിക്കൂറോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാണ് എന്ന് 34-36 വാക്യങ്ങളിൽ വ്യക്തമാണ്. ശിഷ്യന്മാരുടെ രണ്ടാമത്തെ ചോദ്യം നിന്റെ വരവിന്റെ അടയാളം എന്തായിരിക്കും എന്നായിരുന്നു. അതിന് യേശു നൽകിയ ഉത്തരം മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും സംശയാതീതമായി വ്യക്തമാകും, എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, മഹാകഷ്ടം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ ഇരുണ്ടുപോകൽ എന്നീ സംഭവങ്ങൾ വരവിന് മുന്നോടിയായ സംഭവങ്ങളായിരിക്കും. അതിനാൽ സമയമടുത്തിരിക്കും എന്ന് നിങ്ങൾ അറിയും എന്ന് കർത്താവ് വ്യക്തമാക്കി എന്ന് 15 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ മൂന്നാമത്തെ ചോദ്യം യുഗാന്ത്യത്തിന്റെ അടയാളം എന്തായിരിക്കും എന്നായിരുന്നു. അതിനുള്ള യേശുവിന്റെ ഉത്തരം യുഗാന്ത്യം വരാൻ പോകുന്നു എന്നതിന്റെ അടയാളം രാജ്യത്തിന്റെ സുവിശേഷം ജനതകൾക്ക് സാക്ഷ്യമായി ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും എന്നും യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഹാപീഡനങ്ങൾ, സമൂഹം അധർമ്മത്തിലേക്കുള്ള പോക്ക് തുടങ്ങിയ പ്രസവവേദന വർദ്ധിച്ചതിനു ശേഷം ഇത് സംഭവിക്കും എന്ന് കർത്താവ് സൂചിപ്പിച്ചു. തന്റെ ഉത്തരങ്ങളിലുടനീളം നിരവധി വ്യാജ പ്രവാചകന്മാരാലും വ്യാജ മിശികാമാരാലും വഴിതെറ്റിക്കപ്പെടരുതെന്ന് യേശു തന്റെ ശിഷ്യന്മാർക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി എന്ന് 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ശേഷം യേശു കർത്താവ് അവരോട് ഒരുങ്ങിയിരിക്കാനും വിശ്വസ്തത പാലിക്കാനും ഒരു ഉപദേശം നൽകി എന്ന് തുടർന്നുള്ള വേദഭാഗത്ത് കാണുന്നു. 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ കർത്താവ് ഏത്
ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്ന കർത്താവ് പറയുന്നു. ഒരു ഗ്രഹനാഥൻ കള്ളൻ വരുന്നത് ഏത് സമയത്ത് എന്ന് അറിയുന്നുവെങ്കിൽ ഉണർന്ന് ജാഗരിക്കുകയും തന്റെ വീട്ടിൽ ഭേദിച്ച് കയറുവാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ചുള്ള സമയം അറിയാത്തത് കൊണ്ട് കർത്താവ് ചിന്തിക്കാത്ത നേരത്ത് വരുമെന്ന ബോധ്യത്തോടെ വിശുദ്ധിയിലും വിശ്വാസത്തിലും തയ്യാറായിരിപ്പിനെന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. ഗ്രഹനാഥൻ ഒരു കള്ളൻ വരുമെന്ന് അറിയുമെങ്കിൽ കാവൽ നിൽക്കുമെന്നതുപോലെ ക്രിസ്ത്യാനികൾ ജീവിതത്തിൽ ആത്മീയ ജാഗ്രത പുലർത്തണമെന്നും ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം മുഴുകിപ്പോകാതെ പ്രാർത്ഥനയോടും വിശുദ്ധ ജീവിതത്തോടും കൂടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണമെന്നും അത്യന്തം ഗൗരവപൂർവമായി ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യകത യേശു ശിഷ്യന്മാരോട് വ്യക്തമാക്കുന്നു. കർത്താവ് വരുമ്പോൾ ലോകത്തിലെ ആരും പ്രതീക്ഷിച്ചിരിക്കുകയില്ല എന്നതിനാൽ വിശ്വാസികൾ ജീവിതത്തിലെ ഏതു നിമിഷത്തിലും അവന്റെ സന്നിധിയിൽ ഹാജരാകാൻ ഒരുക്കമാകേണ്ടത് വിശ്വാസികളുടെ കടമയാണ് എന്നും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കുകൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. യേശു കർത്താവ് ഒലിവുമല പ്രഭാഷണം 4 ഉപമകളോടെയാണ് അവസാനിപ്പിക്കുന്നത്. ആദ്യത്തെ ഉപമ ഇവിടെ സംസാരിച്ച ദുഷ്ടദാസനെ കുറിച്ചാണ്. ബാക്കിയുള്ള 3 ഉപമകൾ 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന 10 കന്യകമാരുടെ ഉപമ, താലന്തുകളുടെ ഉപമ, ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമ എന്നിവയാണ്. കർത്താവ് നൽകുന്ന ആദ്യ ഉപമയായ ദുഷ്ടദാസനെ കുറിച്ചുള്ള ഉപമയിൽ യജമാനൻ തന്റെ ഭവനത്തിലെ ദാസന്മാർക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും വിവേകിയുമായ ദാസൻ എന്നത് സഭയിലെ ഉപദേശകരെയും ശുശ്രൂഷകരെയും പ്രതിനിധീകരിക്കുന്നു. ദൈവസഭയിലെ ഒരു വിശ്വസ്ത ദാസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഭവനത്തിലെ ദാസന്മാർക്ക് തക്ക സമയത്ത് ആത്മീയ ആഹാരം നൽകുക എന്നതാണ്. ഇത് ദൈവവചനം ശരിയായ വിധത്തിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതിനെ സൂചിപ്പിക്കുന്നു. ഭവനം എന്നതിന് ക്രിസ്തുവിന്റെ സഭ എന്നതിനെയും, വീട്ടുകാർ എന്നത് വിശ്വാസികളെയും, ആകാരം എന്നത് കർത്താവ് ഏൽപ്പിച്ച പദവിയിൽ ശുശ്രൂഷിക്കുന്ന ദൈവവചനം എന്നിവയെയും സൂചിപ്പിക്കുന്നു. 46-47 വാക്യങ്ങളിൽ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കുമെന്നത് കർത്താവിന്റെ വരവിന് തയ്യാറായി വിശ്വസ്തയോടെയും ജാഗ്രതയോടെയും ജീവിക്കുന്ന ദാസൻ ആശീർവദിക്കപ്പെടും എന്നും അവന്റെ വിശ്വസ്തതയ്ക്ക് ദൈവത്താൽ പ്രതിഫലവും അനുഗ്രഹവും ലഭിക്കും എന്നത് സൂചിപ്പിക്കുന്നു. വിശ്വസ്തരായ ദൈവദാസന്മാർക്ക് സ്വർഗരാജ്യത്തിൽ വലിയ പ്രതിഫലമാണ് ലഭിക്കുക എന്നും മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള വിശ്വസ്തതയെ ദൈവം മഹത്വപൂർവം പരിഗണിക്കും എന്നും സൂചിപ്പിക്കുന്നു. 48-ാം വാക്യത്തിൽ ദുഷ്ടനായ ദാസൻ തന്റെ യജമാനൻ വൈകുമെന്ന് കരുതുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അശ്രദ്ധയും ആത്മീകമായ ഉണർവില്ലായ്മയും അങ്ങനെ പാപത്തിലേക്കും അശ്രദ്ധയിലേക്കും വഴുതി തെറിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. 49-ാം വാക്യത്തിൽ ദുഷ്ടനായ ദാസൻ സഹദാസന്മാരെ അടിക്കുകയും മദ്യപന്മാരോടുകൂടെ തിന്നുകുടിക്കുകയും ചെയ്യുന്നു എന്നത് തന്റെ ഉത്തരവാദിത്വങ്ങൾ മറക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും തന്റെ ഇഷ്ടാനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നു. അതായത് വിശ്വസ്തപരമായ ദൗത്യത്തിൽ പരാജയപ്പെട്ട അശ്രദ്ധനായി ലോക പാപങ്ങളിൽ മുഴുകുന്നു എന്നത് സൂചിപ്പിക്കുന്നു. 50-ാം വാക്യത്തിൽ അവന്റെ യജമാനൻ പ്രതീക്ഷിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും വന്ന് അവനെ ശിക്ഷിച്ച് കപടജനത്തോടുകൂടെ അവന്റെ ഓഹരിയാക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നതുകൊണ്ട് കർത്താവ് പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമ്പോൾ ഈ ദാസൻ നാശത്തിന്റെയും ശിക്ഷയുടെയും
വിധിക്ക് പാത്രമാകും. അവിശ്വാസികളോട് അവൻ ചേർക്കപ്പെടും. അവന്റെ അവസ്ഥ വേദനയും ദുർഭാഗ്യവുമാകും എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് ജാഗരിക്കാനും വിശ്വസ്തരായി ജീവിക്കാനുമുള്ള ആഹ്വാനം നൽകുകയും കർത്താവ് നിയമിച്ച സുവിശേഷകരും പ്രസംഗകരും ശുശ്രൂഷകരും ആത്മീകമായി ഉണർവോടെ ദൈവവചനം ശുശ്രൂഷിക്കണമെന്നും അല്ലെങ്കിൽ അവർ കർത്താവിന്റെ ദൈവിക ന്യായവിധിക്ക് ഇരയാകുമെന്നും കർത്താവിന്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കും, അതിനാൽ ഏതു നിമിഷവും ഒരുങ്ങിയിരിക്കണമെന്നും കർത്താവ് അർത്ഥമാക്കുന്നു. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോൾ വിശ്വസ്തത പാലിക്കുകയും രാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഉപമയാണിത്. ഈ യുഗത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ ലോകം കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തിരിയുകയും നിരവധി നേതൃത്വത്തിലുള്ള ക്രിസ്ത്യാനികൾ തന്നെ വിശ്വാസത്യാഗികളാകുകയും സഭയ്ക്കെതിരെ തിരിയുകയും ചെയ്യും. അതായത് സഹദാസന്മാരെ തല്ലുകയും മദ്യപന്മാരോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ദുഷ്ടദാസനെ പോലെ പ്രവർത്തിക്കും. ഇവർ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും വളരെ അകലെയായിരിക്കുകയും യേശുവിന്റെ തിരിച്ചുവരവ് അവരെ പിടികൂടുമെന്നും അവന്റെ തിരിച്ചുവരവ് വരെ വിശ്വസ്തരായി തുടരുന്ന ദാസന്മാർ അവനോടൊപ്പം ഭരിക്കുകയും വാഴുകയും ചെയ്യും. എന്നാൽ വിശ്വാസത്യാഗികളായ ദുഷ്ടദാസന്മാർ പുറത്തെ ഇരുട്ടിലേക്ക് എറിയപ്പെടും എന്നും വ്യക്തമാക്കുന്നു. ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരു ശുശ്രൂഷകന്റെ രക്ഷ ദുഷ്ടപ്രവൃത്തികളാൽ നഷ്ടപ്പെടുമെന്നതല്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ട് ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന ഒരു സത്യവിശ്വാസി വിശ്വസ്തനും നീതിമാനും വിശുദ്ധനുമായി തനിക്ക് നൽകപ്പെട്ട കടമകളിലും കൽപ്പനകളിലും അന്ത്യത്തോളം വ്യാപരിക്കും എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു.